അതിലെന്ന് നമ്മൾ എന്ത് കാരണം വെച്ചാലും നമ്മൾ ഈ റോഡ് മെക്കാഡൻ ടാറിംഗ് ആണോ ഏതാ റോഡ് ഈ ടോറസിന് ഓടാനുള്ളത്, ഈ വണ്ടി ഓടാനുള്ള അനുമതിയുള്ള റോഡ് ആക്കിയതിന് ശേഷമേ ഞങ്ങൾ ഇതിലോട്ട് വണ്ടി വിടും. ഇപ്പോൾ ഈ റോഡ് ഇപ്പം നടന്നു പോകുന്ന ഒരാൾക്ക് ഇത്തരം വാഹനങ്ങൾ പോകുന്ന സന്ദർഭത്തിൽ കല്ല് തെറിച്ച് അവരുടെ ശരീരത്തെ എവിടെയാ കൊള്ളുക, എന്താണ് അപകടം സംഭവിക്കുക എന്ന് പോലും പറയാൻ പറ്റില്ല. കാലാകാലങ്ങൾ റോഡ് റിപ്പയർ ആക്കാത്തതുകൊണ്ട് ഗ്രാമീണ റോഡാണ്, വളരെ കട്ടി കുറഞ്ഞ ടാറിംഗ് ആണ്. അത് ഒരു വർഷം കൊണ്ട് തന്നെ മഴക്കാലം കഴിഞ്ഞ് പൊളിഞ്ഞു പോകും. ഇങ്ങനെ ഒരു റെക്കോർഡ് അതിനകത്ത് കാണുന്നില്ല. പൈസ അനുവദിക്കുന്നുണ്ട്, പക്ഷെ അത് പേരട്ട മട്ടണിക്കാണ് അനുവദിക്കുന്നത് എന്നാണ് പറയുന്നത്. എപ്പോൾ ചെയ്യുന്നുണ്ടോ അന്നേ നമുക്ക് ഈ വണ്ടി അങ്ങോട്ടേക്ക് കടത്തി വിടും. അതുവരെ നമ്മൾ എന്ത് ചെയ്യില്ല, വണ്ടി കടത്തുള്ളൂ. നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് റോഡ് ക്ലിയർ ആയിട്ട് തന്നെ ചെയ്യണം. ഇതിനെ ആ ചെറിയ സ്കൂളുകളുണ്ട് ഇപ്പം ശരിയായിട്ട് ഇപ്പം ശരിയായിട്ട് നമ്മൾ കണ്ട ദൃശ്യം എന്ന് പറയുന്നത് കുറ്റ്യാടംകുന്ന് മട്ടണി പേരട്ട റോഡിൻ്റെ വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടത്. ഇപ്പോൾ ഇന്ന് രാവിലെ ഇവിടുത്തെ വലിയ വാഹനം ടിപ്പർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇവിടുത്തെ നാട്ടുകാർ തടഞ്ഞിരുന്നു. ഇപ്പോൾ നാട്ടുകാരിപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇവർക്ക് പറയാനുള്ളത്, അധികൃതരോട് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം. പറയാനുള്ളത് എന്തെന്ന് ചോദിച്ചാൽ, വർഷങ്ങളായിട്ട് ഈ റോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ റോഡാണ്. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് എന്താണെന്ന് ചോദിച്ചാൽ നേരത്തെയൊക്കെ മെയിൻ്റനൻസിനും അതുപോലെ തന്നെ ഒക്കെ പൈസ അനുവദിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 4 വർഷമായിട്ട് ഇതുവരെയും ഒരു പൈസയും ഈ റോഡിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചിട്ടില്ല. ജില്ലാ പഞ്ചായത്തിന് അടുത്ത ദിവസം ഞങ്ങൾ ബന്ധപ്പെട്ട് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ ജില്ലാ പഞ്ചായത്തിനെയും അതുപോലെ പായം പഞ്ചായത്തിനെയും ബോധ്യപ്പെടുത്തിയപ്പം അവരത് ബോധ്യപ്പെട്ടിട്ട് അവർ പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ പേരട്ട മട്ടണി റോഡിന് പൈസ അനുവദിക്കുന്നുണ്ട്. സത്യത്തിൽ റെക്കാർഡിക്കലായിട്ട് ഈ റോഡുള്ളത് പിന്നെ കുറ്റ്യാടംകുന്ന് മട്ടണി പേരട്ട 5300 റോഡിൻ്റെ നീളം. അപ്പോൾ മൊത്തം അത് ചെയ്യണം. ഇപ്പം ജില്ലാ പഞ്ചായത്ത് ഇവിടുത്തെ പ്രതിദാനം ചെയ്യുന്ന ജില്ലാ പഞ്ചായത്ത് മുമ്പ് ലിസി മാഡത്തെ വിളിച്ചു. ലിസി മാഡത്തിനോട് പറഞ്ഞപ്പം ലിസിയും പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഒരു റെക്കോർഡ് അതിനകത്ത് കാണുന്നില്ല. പൈസ അനുവദിക്കുന്നുണ്ട്, പക്ഷെ അത് പേരട്ട മട്ടണിക്കാണ് അനുവദിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം ഇപ്പം തന്നെ ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. അതെന്ന് വെച്ചാൽ വണ്ടി പോകുമ്പം ഈ പരിസരവാസികൾക്ക് ഈ പൊടി പടർന്നാലെന്ന് പറഞ്ഞാൽ ഈ അടുത്തുള്ളവർക്ക് മാത്രമല്ല, ദൂരെയുള്ളവർക്കും ഈ പൊടി പടലങ്ങൾ പടർന്നിട്ട് പിന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ, ഈ റോഡ് ഗതാഗത യോഗ്യമാക്കത്തക്ക രൂപത്തിൽ ഇപ്പം എന്താ സ്ഥിതി എന്ന് ചോദിച്ചാൽ, നമ്മൾ എന്ത് കാര്യങ്ങൾക്കും നമ്മൾ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ പിന്നോക്കാവസ്ഥയിലാണ്. ഇപ്പോൾ ഈ റോഡ് ഇപ്പം നടന്നു പോകുന്ന ഒരാൾക്ക് ഇത്തരം വാഹനങ്ങൾ പോകുന്ന സന്ദർഭത്തിൽ കല്ല് തെറിച്ച് അവരുടെ ശരീരത്തെ എവിടെയാ കൊള്ളുക, എന്താണ് അപകടം സംഭവിക്കുക എന്ന് പോലും പറയാൻ പറ്റില്ല. അപകടം സംഭവിക്കും. ഈ കല്ലിങ്ങനെ എല്ലാം ഇളകി കിടക്കുക, അത് തെറിച്ചിട്ട് നമ്മുടെ ശരീരത്ത് കൊള്ളുക, അല്ലെങ്കിൽ അടുത്തുള്ള വീടുകൾക്കും കേടുപാട് സംഭവിക്കും. ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത് അധികൃതർ വേണ്ട പോലെ ഈ കാര്യങ്ങൾ നോക്കി ചെയ്യുന്നില്ല എങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് വരും. തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇനി ഈ പ്രശ്നങ്ങളൊന്നും പിന്നോട്ടില്ല. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നത് വരെ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കും എന്നുള്ള കാര്യം ബിനോയ് കുര്യൻ അടക്കമുള്ള നേതാക്കന്മാരെ നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, പായം പഞ്ചായത്ത് പ്രസിഡന്റിനോട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, ജില്ലാ പഞ്ചായത്ത് മെമ്പറോട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ റോഡ് ജനങ്ങൾക്ക് നടന്നു പോകാനുള്ള അവസ്ഥ പോലും ഇല്ലാത്ത ഒരു പരിസ്ഥിതിയിലാണ്. അതുകൊണ്ട് റോഡ് അടിയന്തരമായി ഇടപെട്ട് റിപ്പയർ ചെയ്ത് താൽക്കാലികമായിട്ട് നമ്മൾക്ക് പോകാനുള്ള സൗകര്യമാക്കുക. അതോടൊപ്പം ദീർഘവീക്ഷണത്തോടുകൂടി ഈ റോഡിനെ പറ്റി ചിന്തിച്ച് ജില്ലാ പഞ്ചായത്തിൻ്റെ കയ്യിലുള്ള ഒരു പ്രധാനപ്പെട്ട റോഡാണ്. അതുകൊണ്ട് ഒന്നെങ്കിൽ ജില്ലാ പഞ്ചായത്ത് ഈ റോഡ് മെക്കാഡൻ ടാറിങ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കാനുള്ള സാഹചര്യമൊരുക്കുക. ജില്ലാ പഞ്ചായത്തിന് അതിന് കഴിയുന്നില്ല എങ്കിൽ ഈ റോഡ് PWDയെ ഏൽപ്പിച്ചുകൊണ്ട് നാട്ടുകാരുടെ പ്രശ്നം പരിഹരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്. 1976 ഈ റോഡ് പൊതുജനങ്ങൾ നിർമ്മിച്ച റോഡാണ്. കുറ്റ്യാടംകുന്ന് മുതൽ കോളിത്തട്ട് വരെയുള്ള റോഡ് പൊതുജനങ്ങൾ നിർമ്മിച്ച 1976 CP ഗോവിന്ദൻ നമ്പ്യാർ MLA ആയിരുന്ന കാലഘട്ടത്തിൽ ആദ്യമായിട്ട് അലങ്കാർ എന്ന് പറയുന്ന പ്രൈവറ്റ് ബസ് സർവീസ് നടത്തിയ റോഡാണ്. അതിനുശേഷം 6 ബസ് വരെ കോളിത്തട്ടിലേക്ക് MRS അടക്കമുള്ള 6 ബസ് വരെ സർവീസ് നടത്തിയതാണ്. അതിനുശേഷം ഈ ത്രിതല പഞ്ചായത്ത് വന്നപ്പം ഈ കുറ്റ്യാടംകുന്ന് മുതൽ പേരട്ട വരെയുള്ള റോഡ് ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുക്കുകയും ഏറ്റതിന് ശേഷം റോഡ് ടാറിങ് ആകുകയും ചെയ്തു. പക്ഷേ മട്ടണി മുതൽ കൊടുത്തിട്ട് വരെ ടാറിങ് ആയിട്ടില്ല. അത് പഞ്ചായത്തിൻ്റെ കസ്റ്റഡിയിലാണുള്ളത്, അവരാണ് പണിയുന്നത്. ഈ ഭാഗം ഈ കുറ്റ്യാടംകുന്ന് മുതൽ കൊടുത്തിട്ട് വരെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുമായി ബന്ധിപ്പിച്ച് ഇത്
മെക്കാഡൻ ടാറിങ് നടത്തിയാൽ മാത്രമേ ഈ സുസ്ഥിരമായ ഒരു റോഡാകുള്ളൂ. അല്ലാതെ തൽക്കാലത്തേക്ക് ചെറിയ ചെറിയ പണികളുണ്ട്, ഗ്രാമീണ റോഡായിട്ട് തന്നെ ഇടയ്ക്ക് എല്ലാ വർഷവും പൊട്ടിപ്പറഞ്ഞു പോകുന്നു. നൂറുകണക്കിന് വാഹനങ്ങൾ, ഒരു ദിവസം ഒരു 500 വാഹനമേലും ഈ വള്ളിത്തോട് നിന്ന് മട്ടണി കോളത്തട്ട് ഭാഗത്തേക്ക് കടന്നു പോകുന്നുണ്ട്. ഒറ്റ ബസ്സും ഇന്നിവിടെ സർവീസ് നടത്തുന്നില്ല. ജനങ്ങൾ യാത്ര ദുരിതത്തിലാണ്. സാധാരണക്കാരെ ആൾക്കാർ ഈ കഴിഞ്ഞ ഇടയ്ക്ക് വരെ ഈ ക്രഷർ വരുന്ന ലോറിയിലാണ് കയറി വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ക്രഷർ 3 നിർത്തിയിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് കാലാകാലങ്ങൾ അവരെ വണ്ടി ഓടിയപ്പോൾ കുഴികളൊക്കെ അവർ പാച്ചുവൃത്തി നടത്തി വാഹനം പോകുമായിരുന്നു. കാരണം അവർക്ക് വണ്ടി പോകേണ്ട ആവശ്യമാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് അതിൻ്റെ പുറമെ കുന്നിൻ്റെ പുറത്ത് കുരു വന്നവരൊക്കെ ഈ സംഭരണി നിർമ്മിക്കുക വഴി, അല്ലെങ്കിൽ ഈ ഈ പുതിയ കുടിവെള്ള പദ്ധതി വരിക വഴി അതിനുവേണ്ടി സൈഡിൽ കാന കയറി വലിയ കുഴിയായി റോഡ് പകുതി അങ്ങനെ അങ്ങ് പോയി. അതുകൂടാതെ റോഡ് മൊത്തത്തിൽ പോയി. കാരണം ആരും പണിയുന്ന കാലാകാലങ്ങൾ റോഡ് റിപ്പയർ ആക്കാത്തതുകൊണ്ട് ഗ്രാമീണ റോഡാണ്, വളരെ കട്ടി കുറഞ്ഞ ടാറിങ്ങാണ്. അത് ഒരു വർഷം കൊണ്ട് തന്നെ മഴക്കാലം കഴിഞ്ഞ് പൊളിഞ്ഞു പോകും. അത് കാലാകാലങ്ങൾ റോഡ് നന്നാക്കുന്നില്ല. അതുകൊണ്ട് സുസ്ഥിരമായ റോഡ് കുറ്റ്യാടംകുന്നിലെ, അതായത് ഈ മലയോര ഹൈവേയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ മുതൽ കോളത്തട്ട് വരെയുള്ള 7 കിലോമീറ്റർ നീളം സുസ്ഥിരമായി ഈ മെക്കാഡൻ ടാറിങ് നടത്തിയാൽ മാത്രമേ ഇതിന് പരിഹാരമാവുകയുള്ളൂ. നൂറുകണക്കിന് വാഹനം ദിവസവും കടന്നു പോകുന്നതാണ്. ഒരൊറ്റ ബസ് ഇപ്പോൾ സർവീസ് നടത്തുന്നില്ല. ഒരു വണ്ടി വന്നാൽ മറുസൈഡ് കൊടുത്തു പോകാനുള്ള സൗകര്യം ഇവിടെ ഇല്ല. അപ്പോൾ അതിന് ശാശ്വതമായ പരിഹാരം കാണും. പ്രധാനപ്പെട്ട തടസ്സമുള്ളത് 2 മണ്ഡലത്തിൽപ്പെട്ട റോഡാണിത്, 2 പഞ്ചായത്തിൽപ്പെട്ട റോഡാണ്. അപ്പം ജില്ലാ പഞ്ചായത്തിന് വിട്ടുകൊടുക്കുന്ന പായം പഞ്ചായത്ത് റെസൊല്യൂഷൻ പാസ്സാക്കി ജില്ലാ പഞ്ചായത്തിന് കൊടുത്ത് ജില്ലാ പഞ്ചായത്ത് റെസൊല്യൂഷൻ പാസ്സാക്കി പൊതുമരാമത്ത് വകുപ്പിന് കൊടുത്തെങ്കിൽ മാത്രമേ ഈ റോഡിനെ പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത് നടത്തി കോൺട്രാക്ട് ചെയ്ത് റോഡ് പണി നടത്താൻ പറ്റില്ല. അതിന് ആവശ്യമായ സംവിധാനം ജനപ്രതിനിധികളും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും കൈക്കൊണ്ട് നടപടി സ്വീകരിച്ച് റോഡ് ടാറിങ് ആക്കി തരണം എന്ന് മാത്രമേ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളൂ. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഇതിലേക്കൂടെ ഒരു 5 ബസ്സോളം ഓടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം ഞങ്ങൾ KSRTC ഡിപ്പോയിലൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് ഈ ടിപ്പർ പോയി അവർക്ക് സൈഡ് കൊടുക്കാണ്ട് സമയത്ത് ഓടിയെത്താനാകുന്നില്ല. അതുപോലെ പിന്നെ സ്കൂൾ കുട്ടികൾക്ക്, ബൈക്കുകാർക്ക് എല്ലാവർക്കും ഈ റോഡ് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ റോഡിലെ കല്ല് തെറിച്ച് ഒരു ബൈക്കിന് പോലും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ റോഡ് ഗതാഗതം നോക്കി തരണമെന്നാണ് നാട്ടുകാർക്ക് എനിക്ക് പറയാനുള്ളത്. താൽക്കാലികമായിട്ടുള്ള റോഡ് ഇതെല്ലാം വേണ്ടത് നമുക്കിപ്പം ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇന്നോ നാളെയോ ഒന്നും അല്ല പറയുന്നത്, എപ്പോൾ ചെയ്യുന്നുണ്ടോ അന്നേ നമുക്ക് ഈ വണ്ടി അങ്ങോട്ടേക്ക് കടത്തി വിടും. അതുവരെ നമ്മൾ എന്ത് ചെയ്യില്ല, വണ്ടി കടത്തുള്ളൂ. നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് റോഡ് ക്ലിയർ ആയിട്ട് തന്നെ ചെയ്യണം. അതിപ്പം ജലനിധിൻ്റെ ഇതുണ്ടെങ്കിൽ അവർ പൊളിക്കുന്ന ടൈമിന് അവർ പൊളിച്ചിട്ട് അവർ ചെയ്തോട്ടെ. അവർ പൊളിക്കാൻ 4-5 മാസം, 3 മാസം എന്നല്ല, 4-5 മാസം, 6 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം ആയിരിക്കും. അത് നമ്മളതിൻ്റെ ആവശ്യം. ഇപ്പം നിങ്ങളിപ്പോൾ ഈ റോഡിപ്പോൾ ഒരു കൊല്ലത്തേക്കാണ് ചെയ്തെങ്കിൽ അതുവരെ വണ്ടി വേണ്ട, കുറേക്കുള്ള വണ്ടി വേണ്ട. അതിനുള്ള പ്രക്ഷോഭം നമ്മൾ ചെയ്യുന്നില്ല. അത് ഉറപ്പാണ്. അതിപ്പോൾ ഇവർ പറഞ്ഞ പോലെ മറ്റുള്ളവർ പറഞ്ഞ പോലെ നമ്മൾ നാട്ടുകാരാണ്. പറഞ്ഞാൽ മനസ്സിലല്ലേ, നാട്ടുകാർക്ക് എങ്ങനെ ഇത് വേണോ അതുപോലെ തന്നെ നമുക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് വേണ്ടത് റോഡാണ്, അല്ലാണ്ട് മറ്റുള്ളവരുടെ പോലെ പേരെടുക്കാനോ മറ്റിനോ അങ്ങനത്തെ ഒന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേണ്ട ഈ റോഡാണ്. ഈ റോഡിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു കൊല്ലമാണുണ്ടോ, ഒരു കൊല്ലത്തേക്കാണെങ്കിൽ ആ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ പാടില്ല. അതാണ് നമ്മൾ തീരുമാനം. അത് ടോറസ് ഓടാനുള്ള അനുമതിയുള്ള റോഡായിരിക്കണം. അല്ലാണ്ട് ചെറിയ റോഡ് പണിതിട്ട് താൽക്കാലികമായിട്ട് ഇവർ പറഞ്ഞ പോലെ താൽക്കാലികമായിട്ട് ഇത് വണ്ടി വിടാനുള്ള അനുമതി നമ്മൾ എന്ത് സമരം എന്തായി കഴിഞ്ഞാലും അവിടെ പ്രായമുള്ള ഒരാൾ അവിടെ ബസ് ഇറങ്ങിയിട്ട് വന്നു വരും, വീട് ശ്വാസം മുട്ടിയിട്ട് ഇവിടെ കടന്നു, ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയി ചോദിച്ചാൽ മതി ആളെ. എന്നിട്ട് ഞാൻ ഇവിടുന്ന് വണ്ടി പോകുമ്പോൾ വണ്ടി എടുത്തിട്ട് ഞാൻ കയറ്റിയിട്ട് അവിടെ കൊണ്ടുപോയി, അല്ലെങ്കിൽ ഇവിടെ കിടന്ന് മരിക്കേണ്ട പെണ്ണുങ്ങളാണ്. ഇന്നലെ ഞാൻ എൻ്റെ അടുത്ത് വീഡിയോ ഉണ്ട്, ഞങ്ങൾക്ക് തരാം. ഇവിടുന്ന് സ്കൂൾ ടൈം 9:30ക്കും 9 മണിക്കും 10 മണിക്കും തോന്നിയ പോലെ ഇപ്പോൾ പിള്ളേർ 2-3 പിള്ളേർ ഇത് വണ്ടിൻ്റെ നടുക്കായി പോയി, ഒന്നും ചെയ്യാൻ പറ്റാത്തതിൽ പൊടിയിൽ നടുക്കായി പോയി നേരെ വീട്ടിലേക്ക് തിരിച്ചു പോയി. ഇങ്ങനെയൊക്കെയുള്ള എല്ലാ വലിയ പ്രശ്നങ്ങൾ അതിലെന്നിട്ട് നമ്മൾ എന്ത് കാരണം വെച്ചാലും നമ്മൾ ഈ റോഡ് മെക്കാഡൻ ടാറിങ് ആണോ ഏതാ റോഡ് ഈ ടോറസിന് ഓടാനുള്ളത്, ഈ വണ്ടി ഓടാനുള്ള അനുമതിയുള്ള റോഡ് ആക്കിയതിന് ശേഷമേ ഞങ്ങൾ ഇതിലോട്ട് വണ്ടി വിടും. അത് എവിടെ എന്ത് മേടിക്കല്ലേ, ഞാൻ റോഡ് കടന്നിട്ട് മരിക്കാൻ വരെ തയ്യാറാണ്. അത്രേ ഉള്ളൂ. കാരണം ജീവിക്കാൻ അനുവദിക്കണം. അത്രേ ഉള്ളൂ. പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കത്തക്ക രീതിയിലാക്കി എല്ലാ കാര്യങ്ങളും നല്ല നിലയിൽ ഗവൺമെൻറ് ഏറ്റെടുത്ത് ബാക്കി കാര്യങ്ങളെല്ലാം എല്ലാവരും സൂചിപ്പിച്ചതുപോലെ റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. നമുക്കറിയാം ജലജീവൻ മിഷൻ്റെ ഭാഗമായിട്ടാണ് റോഡുകളെല്ലാം ഈ ഒരു അവസ്ഥയിലുള്ളത്. അപ്പോൾ നാട്ടുകാർ പറയുന്ന പോലെ അത്യാവശ്യം വണ്ടികൾ പോകാനുള്ളൊരു സൗകര്യം എന്ന നിലയിൽ ചെറിയ ജലജീവൻ മിഷൻ്റെ ഭാഗമായിട്ടെന്ന് വെച്ചാൽ നമ്മളെ വെള്ളം ഇത് കൊടുക്കേണ്ട ആ സമയത്ത് മാത്രമേ പൂർണ്ണമായിട്ട് റോഡ് അവർ ചെയ്യത്തുള്ളൂ. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മളത് ഇത് ചെയ്യുമ്പോൾ അഥവാ എന്തെങ്കിലും പൈപ്പ് ലൈനിൽ എന്തെങ്കിലും വെള്ളത്തിൻ്റെ എന്തെങ്കിലും നമ്മുടെ വീടുകളിലെത്തുമ്പോൾ ഉള്ള ആ ഒരു ബുദ്ധിമുട്ട്, അപ്പോൾ രണ്ടും നമുക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും തന്നെയല്ലേ കുടിവെള്ളവും. പിന്നെ എന്ന് വെച്ചാൽ ഇപ്പോൾ നാട്ടുകാർ പറയുന്ന പോലെ നമുക്കറിയാം റോഡിൻ്റെ അവസ്ഥ അത്രയും ശോചനീയമാണ്. അപ്പോൾ അത് വീണ്ടെടുക്കാനുള്ള നടപടി എന്താണെന്ന് വെച്ചാൽ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുക, അതാണ് വേണ്ടത്. ഇപ്പം 2 ദിവസമായിട്ട് ഇപ്പം പൊടിയാന്ന്
വെള്ളം കുടിച്ച് അങ്ങനെയാണ് രാവിലെ റോഡ് തടഞ്ഞത്. ടിപ്പർ ഇതിലെ കൂടി പോകുന്നുണ്ട്. ഇപ്പം വഴിയാത്രക്കാർക്ക് ഇതിലെ കൂടി പോകാൻ പറ്റുന്നില്ല. സ്കൂൾ ബസ്സും സ്കൂൾ കുട്ടികളൊക്കെ പോകുന്നതാണ്. ഇപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ കുടിവെള്ളത്തിൻ്റെ ജലജീവൻ മിഷൻ്റെ ഭാഗമായിട്ടാണ് അവിടെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പം മാർച്ചിൽ ഞങ്ങൾ വെള്ളം സപ്ലൈ ചെയ്യും. അതിനുശേഷമേ അവർക്ക് റോഡ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞത്. ഇപ്പം ശരിയാക്കി തരാം പരമ്പരയിൽ ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യങ്ങളാണ് ഇത്രയും നേരം അവർ നമ്മളോട് സംസാരിച്ചത്. ഇത് കുറ്റ്യാടിക്കുന്ന് അതുപോലെ തന്നെ മട്ടിണി പേരട്ട റോഡാണ്. ഈ റോഡിൻ്റെ ശോചനാവസ്ഥ വളരെ ദുഷ്കരമാണ്. കാരണം ചില കാൽനട യാത്രക്കാർ ഉൾപ്പെടെ ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ റോഡിലൂടെ ഒരു സഞ്ചാര യോഗ്യമല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് കാണുന്ന അധികൃതർ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പോയാൽ പോരാ, ശരിയാക്കും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജു അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ, ഏജന്റ് ന്യൂസ്. മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ ഏജന്റ്. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജന്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. When you dream, it's okay, let him go. Your happy home. Open your eyes and look around you. Just feel your home. Yes, it's ready. We are ready with your happy, happy home. Yes, it's ready. We are ready with your happy, happy home. Smile. How's Yeah, it? this is fine. വീട് റെഡി. ആഹാ, എങ്കിലേ വീട്ടിലേക്കുള്ള സാധനങ്ങളും റെഡി. All quality brands for your dream home under one roof at affordable price. Reena Tile Gallery, Ulikil Road, Irati, Kannur. From the house of Reena Developers.